റോഡ് സൈഡിൽ പ്ലാസ്റ്റിക് ഇടുന്നത് ശരിക്കും അറിയാത്തത് കൊണ്ടല്ല, എവിടെയെങ്കിലും വലിച്ചെറിയാന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ജനങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്. ശരിയായ ശിക്ഷകൾ അല്ലെങ്കിൽ ഫൈനോ ഒന്നുമില്ലാന്നുള്ള ധൈര്യം കൊണ്ട് തന്നെയാണ് ഇത്രയും പ്ലാസ്റ്റിക്കുകൾ ജനങ്ങൾ വലിച്ചെറിയുന്നത്. നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ മാത്രമാണ്, മലയാളികൾ മാത്രമാണ് ഇത് കാര്യമായിട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിടി വീഴും, നന്നായിട്ട് ഫൈനും കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബോധവൽക്കരണമാണ് നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത്. ഇതുപോലെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട വിവിധ മേഖലകളിലുള്ള ആളുകൾ അല്ലേ, എല്ലാവരും വന്നുകൊണ്ട് ഈ ആരെങ്കിലും ഒക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ പെറുക്കിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ നമ്മൾ ഈ കാട് ആസ്വദിക്കാൻ വരികയാണ്. ഈ കാട് നിലനിൽക്കണ്ടേ, നമ്മുടെ വരും തലമുറയും ഇതുപോലെ മുത്തങ്ങയിൽ വരണ്ടേ, കാട് കാണാനും ആസ്വദിക്കാനും ഒക്കെ അല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേര് പുതിയ ആളുകളുണ്ട് അല്ലേ, ഗ്രാഫിനെ കുറിച്ച് അറിയുന്നവർ തന്നെയാണ് എല്ലാവരും. എന്തായാലും നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. പ്ലാസ്റ്റിക് ക്ലീനിങ് നമുക്ക് പരമാവധി പറ്റുന്ന പോലെ പരമാവധി എല്ലാവരും എടുക്കുക. സാറ് പറഞ്ഞ പോലെ ഒട്ടുന്ന ചില്ല് കുപ്പികൾ 1-2 ചാക്കിന്റെ ആളുകൾ അത് മാത്രം എടുക്കുക. അപ്പൊ മുന്നിൽ പോകുന്ന ആളുകൾക്കാണ് അത് കുപ്പികൾ കിട്ടുന്നെങ്കിൽ അത് അവരോട് പറയാം, ആ സൈഡിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ 2 ടീമായിട്ട്, അതെ 2 ടീം അത്യാവശ്യം നന്നായിട്ട് വാഹനങ്ങൾ പോകുന്ന ഏരിയയാണ്. 2 സൈഡായിട്ട് 2 ടീമായിട്ട് 2 സൈഡിലൂടെ പോവാം. തികച്ചും കൃത്യമായിട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂണിഫോം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നമ്മൾ എല്ലാവരും ഇറങ്ങി യൂണിഫോം ഒക്കെ ഓൾറെഡി നനഞ്ഞ് ചളിയായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും അത് നന്നായിട്ട് ഒരു ഭംഗിയായിരുന്നു ഗ്രാഫിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് എല്ലാവരും ചെയ്തത് അത്. പക്ഷെ എന്തായാലും നമുക്ക് അത് അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും അല്ലെ. തുടങ്ങല്ലേ നമുക്ക് ശരി. ഓക്കെ. പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതാണ്. അത് വഴിയിൽ വലിച്ചെറിയാനുള്ളതല്ല എന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ജനങ്ങളത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇന്ന് ഗ്രാഫ് ഇവിടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഇവിടെ മുതൽ നമ്മുടെ കഴിയുന്ന അത്രയും അതിർത്തി വരെ, കേരളത്തിന്റെ അതിർത്തി വരെയുള്ള ഭാഗങ്ങളിൽ സാധിക്കുന്ന അത്രയും പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഇവിടെ 10-35ഓളം സ്റ്റാഫ് വോളണ്ടിയർമാർ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് അത് ക്ലീൻ ചെയ്ത് തീർക്കാൻ തുടങ്ങുകയാണ് തന്നെയാണ്. മണ്ണിന്റെ കളർ കരിമരുന്ന് വേണ്ട, കറുത്ത നമ്മുടെ സഞ്ചാരികൾക്കുള്ള പാക്കേജ് എങ്ങനെയാണ്? പാക്കേജ് ടൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ജീപ്പ് അത് പാക്കേജ് ആയിട്ട് 2000 അല്ലേ. മറ്റേ ബസ്സാണെങ്കിൽ 300 രൂപ. 300 രൂപ. അത് നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അതെ ഓക്കെ ആണല്ലേ. പ്രകൃതിയെ അത്രമേൽ ഇഷ്ടമാണ് നമുക്ക്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ ഒരു ഇടം. കാടിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും താനെ ഇല്ലാതാകും. കർണാടകയും വയനാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വയനാട് ജില്ലയിലെ വന്യ സങ്കേതമാണ് മുത്തങ്ങ. 300 രൂപ ഉണ്ടെങ്കിൽ ബസ്സിലും 500 രൂപ ഉണ്ടെങ്കിൽ ജീപ്പിലും നിങ്ങൾക്ക് മുത്തങ്ങയിൽ 1 മണിക്കൂർ ചുറ്റിയടിക്കാം. 345 കിലോമീറ്റർ ചതുരശ്ര അടി വിസ്തീർണമുണ്ട് നമ്മുടെ ഈ മുത്തങ്ങക്ക്. ഈ സംരക്ഷിത പ്രദേശം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ്. 3 സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ആനത്താര ഉള്ളതിനാൽ ഇതൊരു എലിഫന്റ് പ്രൊജക്ട് ഏരിയയാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ മുത്തങ്ങ. 16 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ വന്യ സങ്കേത വനത്തിലേക്ക് എത്തിച്ചേരാം. ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചാൽ നമുക്ക്
വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ആനയും പുലിയും കടുവയും മാനുമെല്ലാം. അതുപോലെ ഒരുപാട് പക്ഷികളും ചിത്രശലഭങ്ങളും ചെടികളും വ്യത്യസ്തങ്ങളായ വൻ മരങ്ങളും നമുക്ക് ഈ മുത്തങ്ങയിൽ കാണാം. അതുപോലെ തന്നെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് മുത്തങ്ങ. നമ്മൾ ഈ കാട് ആസ്വദിക്കാൻ വരികയാണ്. ഈ കാട് നിലനിൽക്കണ്ടേ? നമ്മുടെ വരും തലമുറയും ഇതുപോലെ മുത്തങ്ങയിൽ വരണ്ടേ, കാട് കാണാനും ആസ്വദിക്കാനും ഒക്കെ, അല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. എന്തായാലും നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. അതെ, വരും തലമുറക്കായി ഈ സംരക്ഷിത വന മേഖല നിലനിൽക്കുക തന്നെ വേണം. സഞ്ചാര പ്രിയരായ നമ്മൾ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും ഈ റോഡിന്റെ വശങ്ങളിലായി ഉപേക്ഷിക്കാതിരിക്കുക. വനം അത് വരും തലമുറക്കും കൂടെ ആവശ്യമുള്ളതാണ്. അതെ, നമുക്ക് ഒന്നായി ചേർന്നുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാം. ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരാൾക്ക് 300 രൂപ, ജീപ്പ് 4 പേർക്ക് 2000 രൂപ, മാക്സിമം ജീപ്പിൽ 6 പേര് വരെ പോകും. 2600 രൂപ. ഒരു മണിക്കൂർ. സഫാരി ടൈം രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും. ബസ്സിൽ എത്ര പേര് പോകും? 23 പേര്.